പിണങ്ങാൻ എന്താണ് എന്താണ് ടച്ചപ്പോടെ എനിക്ക് രണ്ടൂന്ന് സ്റ്റെപ്പ് പോയി എവിടേക്ക്. നിന്റെ തന്ത്രം എനിക്ക് മനസ്സിലായി. കുറച്ചുകൂടെ നിൽക്കാനല്ലേ ഡാൻസ് ചെയ്ത്. കോറിയോഗ്രാഫി ചെയ്യാൻ നേരത്തെ ഈ വയറുള്ള ആളെ വേണം നോക്കി. ഇവിടെ കൂട്ടത്തിൽ വയറുള്ള ചേട്ടൻ മാത്രമേ ഉള്ളൂ. അതാണ് പിന്നെ ഞങ്ങൾക്കൊക്കെ എന്താ പൊക്കിള് മാത്രമുള്ള പകരം നിനക്ക് എന്താ വേണ്ടത്? ആശാന്റെ മുഖത്തിരിക്കുന്ന ആ കറുത്ത കണ്ണട. എവിടെ? കണ്ണടയല്ല, പുള്ളിയുടെ കളറാണത്. ആരാണ് മനസ്സിലായല്ലോ പേര്? ഞാൻ തോമ, ആട് തോമ. അത് തിരിച്ചിട്. കോട്ടി കിടക്കണ ആമ. പിന്നെ എനിക്ക് പോസ്റ്റ്മാൻ ആവാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. എത്ര സീരിയലാണ് ഇത്തിക്കര പക്കിയിൽ വിളവിനിക്കണം അല്ലേടി? പക്കിയായിട്ട് വീട്ടിലൊരു എയർ ഹോസ്റ്റസ് ആവണം. എയർ ഹോസ്റ്റസ് ആവണം. പക്ഷെ പ്ലെയിനിൽ കയറാൻ പേടി. എല്ലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ചോറൊക്കെ എടുത്ത് കൊടുക്കട്ടെ. പിന്നെ അതില് വെള്ള കൈ എഴുവാ കൊടുക്കണം. നമ്മുടെ നവീൻ ചേട്ടാ, ഞാൻ 10ാം ക്ലാസ്സിൽ വെച്ചുള്ള ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോഡൽ. എനിക്കൊരു ബംഗാളി ആവണമായിരുന്നു. ഞാൻ എക്സാം എഴുതാൻ പോയതല്ല, എനിക്ക് തുണ്ട് വെക്കണ ശീലം ഇല്ല. പുതിയ തൊണ്ട് വെക്കൂല. ഒരു കാര്യം കൂടെ എഴുതിയിട്ടുണ്ട്. ലവ് യു. തുടങ്ങണ്ടേ? ഗെയിമൊക്കെ സ്റ്റാർട്ട് ചെയ്യണ്ട, അവിടെ ഇരുന്നാ മതിയാ. ഇവിടെ ഇതെങ്ങനെ തുടങ്ങണോന്ന് ആലോചിച്ചോണ്ടാ ഞാൻ പറയട്ടെ, എവിടെ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാ ഫിഷറീസില്. അതുകൊണ്ട് ചിലപ്പോ കുട്ടിക്ക് കരിമീൻ ഇഷ്ടം. കരിമീനാണേലും നല്ല ടേസ്റ്റ് ഉള്ള മീനാ. ഏറ്റവും വിലയുള്ള മീനും. പക്ഷേ അത് ചെളിയിലേക്ക് കിടക്കും. എന്താ ചെയ്യാ? ഒന്നും ചെയ്യണ്ട, മര്യാദ കളിച്ചാ മതി. അതാര് ഗുജറാത്തിൽ നിന്ന് കലം വിൽക്കാൻ വന്ന പിള്ളേരൊക്കെ ആരുടെ പിടിച്ച്? അവക്ക് അഹങ്കാരം, അവക്ക് അഹങ്കാരം. ഈ ലാലിട്ടിന്റെ കൂടെ നിൽക്കുന്ന പിള്ളേര് അറിയിക്കാ. ഇത് രേവതി. ഇവിടെ മഞ്ജു വാര്യർ. അല്ല, ഇതെന്താ സ്പടികോ സിനിമ? പറഞ്ഞതേ ഉള്ളൂ, അതിനിടയ്ക്ക് വന്നു. അടുത്ത് വന്നപ്പോ സ്പടികായി. ഒരു കൗണ്ടർ പറയാനുണ്ട്, ഒരു കൗണ്ടർ പെട്ടെന്ന് കൗണ്ടർ ക്ലോസ് ചെയ്യാറായി. അതുകൊണ്ടാണ് മണവട്ടി ഞാനില്ല. നോബിൻ ചേട്ടൻ. പെൺകുട്ടി ഇവളെന്തോ മനസ്സിലുറപ്പിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി വേലി ചേടാൻ നീ എന്തോ ആലോചിച്ചിട്ടുണ്ട്. ഞാൻ വേറൊരു ഞങ്ങളുടെ കല്യാണത്തിന് ബിരിയാണി വെക്കാൻ വന്നാണ്. ക്രിസ്മസ് സമയത്തെ സ്കൂളൊക്കെ അടയ്ക്കണ സമയത്ത് ആരുടെയെങ്കിലും വീട്ടിൽ പോയി നിൽക്കുക, കസിൻസിന്റെ വീട്ടിൽ പോയി നിൽക്കുക, അങ്ങനെ എന്തെങ്കിലും ബ്ലാസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? കസിൻസിന്റെ വീട്ടിൽ പോയി നിൽക്കാറുണ്ട്. അവിടെ ഫ്ലാസ്ക് ഉണ്ടാന്ന് അറിഞ്ഞൂടെ? പറഞ്ഞു എന്തായാലും ബ്ലാസ്കാ. എത്ര ഗ്ലാസ് വൈൻ കുടിക്കും? ഞാൻ വൈൻ കുടിക്കൂല. ഏത് വൈനാ കഴിച്ചിട്ടുള്ളത്? സൺഡേ വൈൻ. ഞങ്ങൾക്ക് അങ്ങനെ ക്രിസ്മസ് സെലിബ്രേഷൻ ഒന്നും ഇല്ല. അങ്ങനെ പറയരുത്. ക്രിസ്മസിന് അവധി വരുമ്പോ നീ സ്കൂളിൽ പോയിരിക്കുവോ? ഞങ്ങൾക്ക് അങ്ങനെ ക്രിസ്മസ് അങ്ങനെ ഇല്ല സാറേ. ഞാൻ സ്കൂളിൽ വന്നിരിക്കും. നിങ്ങൾ 10 ദിവസം അവധി കൊടുക്കും. ഞങ്ങൾക്ക് ക്രിസ്മസ് അല്ല. ഞാൻ അങ്ങനെ പോയിരിക്കും. അടുത്ത തവണ വരുമ്പോ ഞാൻ ഉറപ്പായിട്ടും തടി കുറച്ചിരിക്കും. അതെ തന്നെ. അപ്പൊ ഒന്ന് പോയിന്റ് പിറ്റേന്ന് തന്നെ ഞാൻ എന്റെ ജിമ്മിലെ ചേട്ടനെ വിളിച്ചു വരുത്തി വീട്ടില്. വിഷയം പുള്ളി ലോറി കൊണ്ടുവരുമോ? ഇല്ല. എന്റെ വീട്ടില് പറ്റുന്ന ചുടുകട്ട വെച്ചിട്ട് ചുടുകട്ട കൊണ്ട് നീ എന്ത് ചെയ്തു? അതെടുത്തിട്ട് മേളിലോട്ട് മേച്ചരി കിട്ടു കൊടുക്കും. മേച്ചരി മേളിൽ കെട്ടും. 2 ദിവസം കഴിയുമ്പോ പാല് വെച്ചിട്ട് അന്ന് 1001 രൂപ മുണ്ടും കിട്ടും. 1 കിലോ 2 കിലോ 3 കിലോ അതൊക്കെ വെച്ചിട്ടൊക്കെ എടേ ഇങ്ങനെ താഴും. 2 കിലോ കിഴങ്ങെടുത്തിടും. എണീക്കും, കിഴങ്ങ് കൊടുക്കും. പൈസ സത്യം പറ താസം പണിയ. ഇത്ര റൊമാൻറ്റിക് ആയിട്ട് ഒരു നായകനുള്ള എല്ലാ ലക്ഷണങ്ങളും. ബിനു അടിമാലിയിലെ റൊമാൻറ്റിക് പറഞ്ഞെങ്കിൽ പെണ്ണുങ്ങൾ വേണമെന്നില്ല, ഒരു സാരി മതി. പിന്നെ വേറൊരു കേസ്, 5 കയറ് വേണം. പെർഫോമൻസ് മോശം തുടങ്ങി ഞങ്ങൾ അപ്പം തന്നെ നിങ്ങൾ തൂക്കിക്കൊന്നു. 5 കയറത്തിന് 6 കയറ്. അപ്പൊ നീ 6 കയറുന്നതിന് 5 കയറും. നിന്നെ റബ്ബറിലാണ്.
4 വയസ്സ്. 4 വയസ്സ്. കണ്ടാടാ കൊച്ചു വയസ്സ് പറഞ്ഞ കണ്ടാടാ. നമ്മൾ എത്ര ചിരിച്ചിട്ടുണ്ടാവും? കുറെ കോമഡി പറഞ്ഞില്ല, അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറെ ചിരിക്കാം. ഇത് എവിടെ സ്റ്റോക്കിൽ വെക്കണേ? വീട്ടിലെ കട്ടിന്റെ അടിയിലേക്ക് കൊണ്ടുവച്ചു. ഭയങ്കര ക്യൂട്ട് പെർഫോമൻസ് ആയിരുന്നു. എന്തൊക്കെ ആരൊക്കെ എങ്ങനെയൊക്കെ തമാശയായിട്ട് നിങ്ങളുടെ ഒരു ഡാൻസ് അടിച്ചു മാറ്റിയത് അല്ലേ നോബിച്ച? ഇത് ഓവർഫ്ലോ ആണോ അല്ല അകത്തോട്ട് കയറിയിട്ട് ഈ ഡാൻസ് കളിക്കുന്ന കവളിൽ പഞ്ഞി വെക്കണം എന്താണ്? അതാണ് 2 പേപ്പർ, ഒരു പേപ്പർ ചുരുട്ടിച്ച് ഞാൻ ഇവരുടെ അടുത്ത് സംസാരിച്ചപ്പോ ഒരു സൈഡിൽ നിന്ന് മനോരമ, ഒരു സൈഡിൽ മാതൃഭൂമി. ഞാൻ ചോദിച്ചത് പത്രവണ്ടിയാണ് അത്. ഇവര് നന്നായിട്ട് കളിച്ചു. ഇയാൾ കൂടുതൽ ശങ്കറിനെ വെക്കുമ്പോ ഇയാൾ കൂടുതൽ നമ്മളെ ഭാഗ്യമാണ്, ഒരു ശങ്കറിനെ ഒരു സലീമിനെ കിട്ടി നമുക്ക്. ഈ പാട്ട് നമുക്കൊന്ന് കേൾക്കാം. ഡാൻസ് കളിച്ചു. ഇന്ന് പാട്ടൊന്ന് പാടി, നാളെ ഞാൻ ആങ്കർ ചെയ്തോളെന്ന് പറഞ്ഞാൽ നിന്നെ മാറ്റും. നീ അതൊക്കെ നമ്മളെ ജോലി ഞാൻ പഠിപ്പിച്ച എന്ന് മന്ത്രത്താൽ പായുന്ന കുതിരയെ മാണിക്ക കയ്യാൽ തൊടാം തുമ്പിവാ തുമ്പക്കുടത്തിൽ. എനിക്ക് വിഷമക്കാരി ഇനി സ്റ്റാർ മാജിക്കിൽ അങ്ങനെ കിട്ടുമോ? പ്ലേ ബാക്ക് സിംഗറായിട്ട് റെക്കോർഡിങ് ചേട്ടാ, നാളെ ഷൂട്ടാണെങ്കിൽ എനിക്ക് റെക്കോർഡിങ് കൊണ്ടിട്ട് ഞാൻ ഏറെ ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ആ തുമ്പി ഇനി ഓണത്തിനെങ്കിലും കേരളത്തിൽ വരും. മാർഗം കളി എന്ന് പറയുന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്ററാണ് ഈ നിൽക്കുന്ന ശശാങ്കൻ. കാര്യം ഇത്രയും ആർട്ടിസ്റ്റുകളുള്ള നമ്മള് ഒരു മനുഷ്യനെ ഇവൻ വിളിച്ചിട്ടില്ലെന്ന് പറയില്ലല്ലോ. ചേച്ചി പറയൂ. ഇല്ല, ഞാൻ പറയും. അവളെ വിളിച്ചു. അതായത് പിന്നെ അടൂർ പവാനി മരിച്ചോണ്ട് അവളെ വിളിച്ചു. ഏറ്റവും നന്നായിട്ട് അഭിനയിക്കാൻ അറിയാവുന്നവരെ വിളിച്ചു. ആര് വിളിച്ചു? പ്രൊഡ്യൂസർ വിളിച്ചു. പിന്നെ എന്തുകൊണ്ട് പ്രൊഡ്യൂസർ നന്നായിട്ട് എഴുതാൻ അറിയാവുന്നവരെ കൊണ്ട് ആ സ്ക്രിപ്റ്റ് എഴുതി? അതറിയണം ഞങ്ങൾക്ക്. നോബിച്ചേട്ടാ ഈ മെക്കാട് പണിക്ക് പോകുമ്പോ ഇപ്പൊ കോട്ട് സൂട്ടൊക്കെയാണ് ഇടുന്നത്. മൈക്കാട് പണി മേച്ചിരിമാരെ കളിയാക്കരുത്. അല്ല, കോട്ടും സോട്ടും ഇട്ട് തേച്ചാ തേയൂലേ? ജോലി ചെയ്തിട്ടുണ്ട്. ഞാൻ തൂമ്പെടുത്തിട്ട് വീട്ടില് പിന്നെ പറമ്പത്ത് ആൾക്കാരൊക്കെ വരുമ്പോ ഞാൻ തെങ്ങിന് തടം എടുക്കാറുണ്ട്. ഇവ എന്തോ തലേദിവസം വാങ്ങിച്ച് കുഴിച്ചിട്ടത് ആൾക്കാർ വണ്ടി എടുത്ത് തന്നെ വണ്ടി എടുത്തിട്ട് ഇവൻ അതിനകത്ത് കുടിച്ചിടണം. എന്തുപറ്റി കീറിയ ഇതൊക്കെ ഇട്ടിട്ട് വന്നിട്ടില്ല? എന്തുപറ്റി കീറി ഗെയിം കളിച്ച് കീറിയതാണോ? എല്ലാം കീറി മക്കളെ. ചേട്ടന്മാരൊക്കെ മാറിയെന്ന് പറയണത്. പിള്ളേർക്ക് വിശ്വാസം എന്താ നോബിച്ചേട്ടൻ എന്താ കളിച്ചാൻ പറ്റില്ലേ? ഇത് ബാക്കിലോട്ടാ ഫ്രണ്ടിലോട്ടാ? ചേട്ടന്റെ ഇഷ്ടം പോലെ. ബാക്കിലോട്ട് പോയാൽ ഒത്തിരി എളുപ്പമായിരുന്നു, കുറച്ച് പോയാൽ മതിയായിരുന്നു. അതുപോലെ തന്നെ അത് ചുമന്നോട്ട് പോണ ഗെയിം ആക്കാം. എലിസബത്ത് രാജ്യത്തിന്റെ മോളാണ്, അത് അനിയത്തിയാണ്. ഇത് ആരാണ് ഒരു പിടി? ഈ ഗെയിം ചെയ്യുമ്പോ നീ ബ്രില്യന്റ് ആവും. കാര്യം 2 കറത്തിന് നിന്റെ തലച്ചോറ് കറക്റ്റ് സ്ട്രൈറ്റ് വരും. ഞങ്ങളുടെ കോമഡി ഒക്കെ കേട്ടിട്ട് പോവല്ലേ? അല്ല, നമുക്ക് എല്ലാവർക്കും കൂടെ സീരിയസ്ലി ഓണം കഴിഞ്ഞിട്ട് ജമ്പറൂട്ടന്റെ നൂല് കെട്ട് കിടത്തണം. മോർണിംഗ് വന്നേ. ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള കോസ്റ്റ്യൂമാണ് ഈ കൈലിൽ അടിക്ക് വന്നേ മാത്രമേ. കണ്ണുകൂടി ഞാൻ ചെയ്യുമ്പോ കൈലിൽ അടിക്ക് ഈ ഡിസൈൻ വെച്ചൊരു സാധനം ഇടും. പറ ഓണത്തിന് നിന്റെ അപ്പന് നിക്കറടിക്കാൻ ബാക്കിയടി എടുത്ത് ടോപ്പ് അടിച്ചത് കട്ട അങ്ങനെ പറയണ്ടായിരുന്നു. അങ്ങനെ ഒരു പനി വന്ന ഈ മനുഷ്യന്റെ അടുത്ത് ഞാൻ 5 കൊല്ലം കൊടുക്കും ഇതുപോലെ നാക്കാൻ പറയാം. ഇഷ്ടം പോലെ പടമുണ്ട്, നിന്ന് തിരിയാൻ സമയമില്ല. ഈ പെരുപ്പിച്ച് വെച്ചോണ്ട് നീ വീട്ടിലിരിക്കുമല്ലേ? ഞാൻ എന്താ പറയുന്നത് നിനക്ക്? അല്ല, ഞാൻ പറയണ നീ ജിമ്മിൽ പൊയ്ക്കോ, കുഴപ്പമില്ല. ഒരു 2 മണിക്കൂർ അഭിനയം കൂടെ പഠിക്കാൻ നിനക്ക് ചുണ ഉണ്ടെങ്കിൽ ഒരു അവാർഡും കൂടെ വാങ്ങിയത് കണ്ടോ? ഈ പ്രാവശ്യം കണ്ടോ? ഈ പ്രാവശ്യത്തെ ഫ്ലവേഴ്സിലെ ഏറ്റവും ബെസ്റ്റ് മികച്ച ജമ്പറൂട്ടന്റെ അവാർഡ്. ഞാൻ എന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് എയർ ഹോസ്റ്റസ് ആയിട്ടാണ്. എനിക്ക് 18 വയസ്സുള്ളപ്പോഴായിരുന്നു, ഒത്തിരി വർഷം മുമ്പ്. ഇൻഡിഗോയിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തത്. ഇപ്പൊ പോണില്ലേ? ഇല്ല, 2 ബസ്സിൽ കളിയായിട്ടുള്ളൂ. 1500 വർഷം പഴക്കമായി ഞാൻ ഇതിനകത്ത് കിടക്കുന്നു. ആണല്ലേ? അതല്ല, ഞാൻ ഒരു കാര്യം ചോട്ടെ, ഈ വിളക്ക് തുടക്കുന്നതുകൊണ്ടാണ് ഭൂതം വരുന്നത്. അതാണെങ്കിൽ നവീന്റെ വീട്ടില് ഭൂതം കൊണ്ട് നിറയുമല്ലോ. ആ വീട്ടിലെ വിളക്ക് തുടക്കണവൻ, തറ തുടക്കണവൻ, പാത്രം കഴുകണവൻ, മൊത്തം. ഇവിടെ വേറെ രസറിയോ? ഞാനും ഇരുന്ന് കഴിക്കുന്നു, അനു ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കും. ഞാൻ ഇവിടെ പ്ലേറ്റിൽ നോക്കും. ഇവിടെ എന്താ പറയുമ്പോ ഒരു മീൻ തല ഇത് കണ്ടോ? എടുത്ത് സ്റ്റെയറിന്ന് എഴുന്നേറ്റ് ഈ പ്ലേറ്റിൽ ഈ മീൻ തല ഇരിപ്പുണ്ട്. ഇവിടെ തന്നെ നോട്ട് ചെയ്തു. ഇവിടെ പ്ലേറ്റ് കൊണ്ട് ഈ മീൻ തല ഇവിടെ വിചാരിച്ച് ഇവിടെ ആരും നോക്കത്തില്ല. ഈ തല ആസ്വദിച്ച് കഴിക്കണത് ഭയങ്കരമാണ്. പൂച്ച പോലും ഒരു മീൻ തലയ്ക്ക് ഇങ്ങനെ പറയാതിരിക്കാൻ വയ്യ. ഇന്നത്തെ കോസ്റ്റ്യൂം അടിപൊളി. ഇതൊന്നും നോത്തിട്ടാ ചിലപ്പോ അതിനകത്ത് കാണും തിരുവനന്തപുരം സരികയെന്ന്.
ഇത്രയും ക്യാരക്ടറുകൾ ഇതിനു മുമ്പ് ഞാൻ വന്ന് ചെയ്തിട്ടുള്ളതില്ല. ഇനി ഞാൻ ഒരു ക്യാരക്ടർ ഞാൻ ചെയ്യാൻ പറ്റില്ല. പിന്നെ അല്ലാതെ ഇത്ര ക്യാരക്ടറോട് ചെയ്തത്. പക്ഷേ അത് ശരിയത് അല്ലല്ല സംഭവം തങ്കച്ചൻ ചെയ്തത് നന്നായിരുന്നു. നീ ചെയ്തത് നന്നായിരുന്നു. കാര്യം എല്ലാം വെച്ചൊഴിഞ്ഞ് പോയില്ലേ, അത് നന്നായിരുന്നു പറഞ്ഞത്. അത് നേരത്തെ ചെയ്യാനുള്ളായിരുന്നു. ആ കുറിക്കകത്തോടെ എങ്ങോട്ടെങ്കിലും പോണം. ചെറുപ്പത്തിൽ കളിച്ച വല്ല എന്റെ മാവിന്റെ മുകളിലോ അങ്ങനെ എന്തെങ്കിലും കളിച്ച വല്ല ഓർമ്മയൊക്കെ പറയാനുണ്ട്. മരത്തിൽ മറ്റേ കമ്പറഞ്ഞിട്ട് കയറി കളിക്കുന്ന ഒരു കളി ഉണ്ടല്ലോ, കുട്ടിങ്കോലും. നമ്മൾ കണ്ടിട്ടുണ്ട് കൃഷ്ണന്റെ കാർട്ടൂണില്. ഞാനിപ്പോ സ്ഥിരമായി അങ്ങനെ ദൈവങ്ങൾ കളിക്കുന്ന ഗെയിമാണ് ഞാൻ കൊച്ചിനെ കളിച്ചത്. ഒന്ന് കറക്കി കാണിച്ചു തരും പ്ലീസ്. ലക്ഷ്മി, ഇയാൾക്ക് കോട്ടയത്ത് സ്വന്തമായിട്ട് 4 കരിമ്പിൻ ജ്യൂസിന്റെ കട. നിന്ന നിപ്പിലെ 2 സൂര്യകാന്തി പൂക്കൾ ഇവിടെ ഇങ്ങനെ വിടർന്ന് നിൽക്കാണ്. ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന സൂര്യകാന്തിയാണ്, 2ലും പുഴു കയറി. സ്വിറ്റ്സർലൻഡ് പുഷ്പമേളയിൽ ഞങ്ങൾ മേടിച്ച സൂര്യകാന്തിയാണ്. അടച്ചു വെക്കണ കളിയാ. എടാ ഒരു ക്യാമറ വരും, കാലില് ഗ്ലൗസ് ഇട്ടാ. ചില കിണറ്റിനകത്ത് ചത്തു കിടക്കണ കോഴിയുടെ കാല്. പിന്നെ നവീൻ ഈ അനുവിന്റെ ബാക്കിൽ നിന്ന് ഇങ്ങനെ നടക്കുമ്പോ നമ്മള് പണ്ടത്തെ ഒരു മൊബൈൽ ഗെയിം ഉണ്ടല്ലോ, പാമ്പ് ആപ്പിള് തിന്നാൻ നടക്കുമ്പോ 4 മിനിറ്റോളം ഉണ്ടായിരുന്നു, അതിനെ 3 മിനിറ്റ് ആക്കി. 1 മിനിറ്റ് ഞങ്ങൾ രക്ഷപ്പെട്ടു. ഞങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണ് ഞങ്ങളുടെ പ്രൊഡ്യൂസറിന്റെ മീശ വരാൻ. അയ്യോ ഇതിനേക്കാളെ കൊള്ളാം ഇത്. പെൺകുട്ടികൾ മാത്രമായിരിക്കും ഈ ഒരു വടം വലിക്കുന്നുണ്ടായിരിക്കാം. ഞാൻ പറഞ്ഞില്ലേടാ വിട്ടിട്ട് പോടാ അവരാണെന്ന്. അവര് 4 പേരുണ്ട്, ഇവിടെ 3 പേരുണ്ട്. ഒരു പെൺകുട്ടിക്ക് വേറെ തങ്കച്ചനൊരു പാവാട എടുത്ത് ഇവിടെ നിർത്തട്ടാ. നോബിച്ചേട്ടൻ പറഞ്ഞ് നമ്മൾ അംഗീകരിച്ചു കൊടുക്കാണ്. ഈ ടീമിൽ നിന്ന് നമ്മുടെ തങ്കൂനെയും കൂടെ. തിരുനെൽവേലി തങ്കച്ചൻ, തങ്കച്ചന്റെ ലക്ഷ്യം വടയല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, നോബിച്ചേട്ടൻ എന്താ പ്രണയത്തെ പറ്റി അഭിപ്രായം? എന്റേത് പിന്നെ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. ഞാനും എന്റെ ഭാര്യയും കൂടെ അറേഞ്ച് ചെയ്ത മാരേജ് ആയിരുന്നു. കഴിഞ്ഞാണ് വെറുതെ ഇത്ര ഇവിടെ ഫ്ലോറിലൊക്കെ പറയണ. ജിഷിനെ സത്യം പറഞ്ഞ നിന്റെ നാട്ടുകാർ പിടിച്ച് കെട്ടിച്ചല്ലേ? എന്താണ് 3 വർഷത്തിന്റെ ഇടയിൽ ഒരു കോമഡി കേട്ടത്? ഞാൻ പറയാം, ഇത് പ്രീതര കൗണ്ടർ. എടാ പെണ്ണുങ്ങളെ കോമഡി എടുത്തടിക്കണ ലോകത്തെ നിന്നെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളടാ. നിങ്ങൾ പരസ്പരം അങ്ങോട്ട് ഇങ്ങോട്ട് മെസ്സേജ് ചെയ്യോ ഫോണിൽ? ഭാഗ്യലക്ഷ്മിയുടെ നമ്പർ ജൂഹിയുടെ ഉണ്ട്, ജൂഹിയുടെ നമ്പർ, ഈ 2 നമ്പർ ജിഷിന്റെ കൊടുത്തു. പൊട്ടിത്തെറിക്ക് കൈ ഇരുന്നിട്ട് നാടകം, മിമിക്രി, മിമിക്സ് പരേഡ്, ഇങ്ങനത്തെ പ്രോഗ്രാംസ് ഒക്കെ കാണും. 3 പരിപാടി. അപ്പൊ ശിവരാത്രിയാ സ്റ്റേജിന്റെ ഏറ്റവും ഫ്രണ്ടിൽ പോയിരുന്ന് കടലയൊക്കെ കഴിച്ച് ഈ പ്രോഗ്രാം ഒക്കെ കണ്ട് ഇങ്ങനെ വായി തുറന്നിരിക്കും. കടല തിന്നുമ്പോ വാ തുറന്നിരിക്കണം, ചവയ്ക്കൂലേ അത്? ഒരു ദിവസമാവാൻ അല്ലെങ്കിൽ ഈ ഒരു വർഷമാവാൻ ഒരുപാട് പേര് നമ്മളെല്ലാരും കാത്തിരിക്കായിരുന്നു. എന്തായിരുന്നു അനുവിന്റെ ന്യൂ ഇയർ ആയിട്ട് അനുവിനെ വീട്ടുകാർ നീലം മുക്കി. അത് തന്നെ ന്യൂ ഇയർ നല്ല ഭംഗിയുണ്ട് കേട്ടോ, പേസ്റ്റൽ ഷെയ്ഡില് നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട്. ഇനി വീട്ടിലെ കറക്റ്റ് വീട്ടിന്റെ ഫ്രണ്ട് കഥവിലിട്ട കറക്റ്റന് ഇവിടെ അമ്മ. ആ കൗണ്ടറിലെ നെൽസൺ അടിച്ചു വിടാ. പുതിയ ബുക്ക് ഞാൻ എന്റേതായ എന്റെ കൗണ്ടറുകൾ എഴുതിക്കൊണ്ട്. അങ്ങനെയാണെങ്കിൽ 2020 കരയാനായിരിക്കും. ആർട്ടിൽ ആരെങ്കിലും ഒന്ന് വിളിച്ചെന്റെ വായിച്ചിട്ട് മേളിലോട്ടാക്കി തരാൻ പറ. ഞങ്ങളാണ് ഇവിടുന്ന് AC, അവിടുന്ന് DC യാ. നല്ല കാറ്റ് വരുന്നു. സീരിയസ് ഇത് കംപ്ലൈന്റ്, ഇതിന്റെ കംപ്ലൈന്റ് ആണ്. ഞാൻ ചോദിച്ചേ ഇവിടെ വന്നിരുന്നപ്പോ രഹസ്യമായിട്ട്, എടി നിന്റെ മുണ്ടഴിഞ്ഞു പോയടി. അപ്പൊ അവൾ എന്റെ അടുത്ത് പറഞ്ഞു, ഓടി അഴിഞ്ഞു പോയത്. ముచ్చు మున్న ముక్కు పొడక ముక్కు మీద పెట్టుకుంటే
കൊടുക്കാം. എന്തൊരു എക്സ്പ്രസീവ് ആയിട്ടാണ് ഇവർ രണ്ടുപേരും കളിച്ചത്, അത് എടുത്ത് പറയേണ്ടതാണ്. അതിന്റെ കൂടെ ഈ പുട്ടിന്റെ പീരാന്നൊക്കെ പറയുന്ന പോലെ പേരല്ല പുട്ടിനകത്ത് മുടിയിടുന്നു. 35 കറക്റ്റ് പറടാ. തമാർപ്പടാറിന്റെ ഒരു വണ്ടി ഇവർ പഠിച്ച സ്കൂളിലേക്ക് ഒരു യാത്ര. ഈ സ്കൂളുകളിലെല്ലാം പോവും. നിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് തപ്പ അവർ കുറെ പാടുപെടും. കാര്യം അതൊക്കെ ചെതലെടുത്ത് ഇങ്ങനെ നിങ്ങൾ തമാശയും കളിച്ച് പൈസ നോക്കിയിട്ടുണ്ടോ? എല്ലാത്തിനെയും ഫോറസ്റ്റുകാർ പൊക്കും. ഒരു മലയെണ്ണാനാണ് ഇവിടെ കൊണ്ട് നിർത്തിക്കുന്നത്. നോക്ക്, സ്റ്റാർ മാജിക്കില് കാണുന്ന ഈ ഒരു പവർ പാക്ക് അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇത്രയും എനർജി മറ്റേതെങ്കിലും ഷോസിലോ മറ്റേതെങ്കിലും ആർട്ടിസ്റ്റുകളിലോ കണ്ടിട്ടുണ്ടോ ചോദിച്ചാൽ ഒരു വലിയ സംശയമാണ് കേട്ടോ. ഏതിലാ? ആനിമൽ പ്ലാനറ്റ്. ഈ പെൺകുട്ടികൾക്ക് ഇട്ട് കഴിഞ്ഞ ഏറ്റവും ഭംഗിയുള്ള ഒരു വസ്ത്രം എന്ന് പറയുമ്പോ ഏതായിരിക്കും? വാട്ടർ സൂട്ടോട് ഇഷ്ടത്. വീണ്ടും ഞാൻ ചോദിക്കാണ്, പെൺകുട്ടികൾ ധരിക്കുമ്പോ ഏറ്റവും കാണാൻ ഭംഗിയുള്ള വസ്ത്രം ഏത്? എനിക്ക് എന്റെ വൈഫ് ഏറ്റവും കൂടുതൽ ടോപ്പ് ഇടുന്നതാണ് ഇഷ്ടം. അതാകുമ്പോ 120 രൂപയ്ക്ക് എനിക്ക് ജോബിയളിയൻ ഇതിട്ടുണ്ടോ? ഗ്രഹം പോണായിരിക്കും എനിക്ക്. ഏത് ഗ്രഹം എന്ന് പറയട്ടാളിയാ? പ്ലൂട്ടോ. എങ്ങനെ പേടി? ഒരു പൂച്ച പേടി ഇന്ന് ലോകത്ത് ആരും. പ്ലീസ് എന്നെ ജീവിക്കാൻ അനുവദിക്കണം. ഈ പൂച്ച എന്ന് പറയുമ്പോ ആരാ തക്കച്ചനടുത്ത് താഴെ ഇട്ടത്? മാജിക്കിന്റെ ലാസ്റ്റ് എപ്പിസോഡാണ് തോന്നുന്നുണ്ട്. ഇതൊന്ന് കെട്ടിടോ കഴുത്തില്? ഇതിൽ ഏതാണ് ചച്ചാക്ക? നീലയാണോ മറ്റാണോ? സ്പോട്ടില് അങ്ങനെ പറയുമ്പോ നമുക്ക് കൗണ്ടർ വരില്ല അല്ലെ? എന്തെങ്കിലും അവന്റെ മുഖത്ത് കൂടെ എന്തെങ്കിലും തോന്നണ്ടേ പറയാൻ? മുഖത്ത് നോക്കി പറയാനല്ല പ്രയാസം. കണ്ണാടി വേണം. ഇനി പറഞ്ഞോ. മുഖത്തിനെ കളി കൊള്ളാത്. നീ ആ ഗ്ലാസ് അവിടെ വെക്ക്. എന്നിട്ട് ആ മേക്കപ്പ് മാനെ വിളിച്ചിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. കറണ്ട് ഫീൽ ഒന്നും കൂടെ വരും. ശരിക്കും പെൺകുട്ടിയുടെ പോലെ മാറ്റം. ഞാൻ ചോദിച്ചു മീശ എന്തിനാ? ഞാൻ ത്രെഡ് ചെയ്തു. ഇത്രയും സുന്ദരിയായിട്ട് പ്രീതി ഒരു ഫ്ലോറിൽ കണ്ടിട്ടുണ്ടോ? ആർട്ടിലെ പയ്യന്മാരോടെ എടാ ഇതിന്റെ ബാക്കി തുണി കണ്ടില്ലെന്ന് പറഞ്ഞ് നീ നമ്മളെ വഴക്ക് പറഞ്ഞില്ലേ? നിന്റെ മറ്റേ സ്റ്റെപ്പ് ശരിയായില്ല. ഇത് അതൊരു 7:30 കഴിയണം. ഇന്ന് ഇത്തിരി കൂടുന്ന 1-ാം തീയതിയാണ്. തങ്കത്തിന് പണ്ട് വേറൊരു ഹെൽമെറ്റ് ഉണ്ടായിരുന്നു. ഫ്രണ്ടിലോട്ട് ഇങ്ങനെയുള്ള അരിസ്റ്റോ ജംഗ്ഷനിൽ കൂടെ ഇങ്ങനെ പോയിട്ട് തങ്കച്ച് കയ്യത്തൂല ഫ്രണ്ടിൽ സീറ്റ് ഇരുന്ന ഹെൽമെറ്റ് ഫ്രണ്ട് ആന്റിന് തട്ടുന്നുണ്ട്. ഇങ്ങനത്തെ ഹെൽമെറ്റ് ഇത് ഇട്ടോട്ട് പോയപ്പോ അങ്ങനെ പോയി തങ്കച്ചൻ സ്കൂട്ടർ പോയിക്കൊണ്ടിരിക്കും. അണ്ണം വിളിക്കണേ തങ്കച്ചാന്ന്. തങ്കച്ച ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയതുമാണ് ഹെൽമെറ്റ് തിരിഞ്ഞു പോയി. തല അങ്ങനെ ഉണ്ടെങ്കിലേ സംഭവം നോക്കി അപകടം സംഭവിക്കുന്ന പറഞ്ഞ് 2 പോളിസ്റ്റർ സാരി എടുത്ത് ആദ്യം ചുറ്റു. എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അതിന്റെ റിജുവേട്ടനോടൊപ്പമായിരിക്കും. 6ാം ക്ലാസ് മുതൽ ഞാൻ പ്രേമിച്ച പെണ്ണല്ലേ. എടാ അവൾക്ക് നിന്നെ വേണ്ട. ഞാൻ ഇനി അമേരിക്കയിൽ പോയി എനിക്ക് വയ്യ. നിങ്ങൾ എനിക്ക് കുറെ സാധനങ്ങൾ വാങ്ങിച്ചു തന്നോണ്ട് എല്ലാ സാധനങ്ങളും ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വാങ്ങിച്ചത് ഡിങ്കന്റെ നെയിം സ്ലിപ്പ്, മായാവി ഉണ്ട്, ലൂട്ടാപ്പി ഉണ്ട്, മഞ്ച് അതുകൊണ്ട് 6 എണ്ണം ഉണ്ടായിരുന്നു. കുമാരി എന്താ വേണ്ടത്? എന്റെ മഞ്ഞ ടപ്പർ കെട്ട ഇവിടെ. അത് ഞാൻ തേച്ച് വെച്ച് തീർന്നു പോയി. ആ തേച്ചന്റെ കൂട്ടത്തിൽ എന്നെ തേച്ചല്ലടി. കൊച്ചിലെ ആണി വിഴുങ്ങിയിട്ടുണ്ട്. കൺഗ്രാജുലേഷൻ. 3 മാസം ഗർഭിണിയാണ്. അപ്പൊ VIP ഇപ്പൊ ഉടനെ വരുന്നതാണ്. ഇതാണ് എന്റെ സെലിബ്രിറ്റി. ഞാൻ പുള്ളിയുടെ ബ്ലാക്ക് ആൻസ്. തെറ്റിത് കേക്ക്. നിങ്ങൾ സെലിബ്രിറ്റി, ഇത് ബ്ലാക്ക്. സുധി എന്നുള്ള മാറ്റി ഞാൻ ചുരുക്കി കൊസു എന്നാക്കി. ഈ കൊസുവിനെ തിരിച്ചെടുത്ത് സുഖമെന്തെങ്കിലും ആക്കിയിരുന്നു. അങ്ങനെയെങ്കിലും ഇത് കൊത്ത്. അയ്യേ, പഴയ വണ്ടികളുണ്ട് നിരത്തി ഇടൂലേ ഞങ്ങളെ ടീമ്. ഞങ്ങൾ അങ്ങനെ ചെയ്യൂ. പ്രീമിയർ പത്മിനി, നീ പഴയ മീൻ കൊണ്ടുപോണ ലൂണ്. ശശാങ്ക പഴയ ഒരു എന്നാ ഒരു പഴയ ടൂറിസ്റ്റ് ബസ്. ഇത് പഴയ സണ്ണി. ഇതൊരു ആക്റ്റീവ ബെൻസ്. ഇതല്ല ഈ പറയുന്ന ഈ മഹത് വ്യക്തി ആരാ? അതെ, ഞാൻ ടിപ്പർ.
ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ചിലപ്പോ റിപ്പയർ ആവും. അതുകൊണ്ട് ടീഷർട്ട് മാത്രം ഇട്ടുകൊണ്ട് നോബി അവളുടെ രവകളിൽ സീമ എന്നെ ഇങ്ങോട്ട് നിങ്ങൾ ആരും ശ്രദ്ധിക്കരുത്. വിഹീനങ്ങളല്ലോ മരുഭൂമിയായി വിഹീനങ്ങൾ. അടിപൊളി അടിപൊളി. മുടിയുള്ള ജയനും താടിയുള്ള സീമയും അടിപൊളിയായി. മാർഗംകൾ ഇവളാണ് പഠിപ്പിച്ചു കൊടുത്ത ലാലേട്ടന്. ആ പാട്ടിട്ട് കൊടുത്ത അവളെ സ്റ്റെപ്പുകൾ. അല്ല ആ സ്റ്റെപ്പ് നോബിച്ചേട്ടനെ കൂടെ പഠിപ്പിക്കും. അതിനകത്ത് ലാലേട്ടൻ മാത്രമല്ല കളിച്ച, സലീം കുമാർ ഉണ്ടായിരുന്നു, അരിഷ്ട സുരേഷ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ലാലേട്ടൻ ഇങ്ങനെ ഇതെല്ലാം ഞങ്ങളുടെ ലാലേട്ടൻ. എന്താ ലാലേട്ടായി ഡാൻസ് കളിക്കുമ്പോൾ ഞാൻ ലാലേട്ടനെ വിട്ടു, കലാമണ്ഡലം നാരായണകുട്ടിയായി. അപ്പൊ നമുക്ക് മറ്റന്നാ പുള്ളിയുടെ വീട്ടിൽ പോകാം. കുഴപ്പമൊന്നുമില്ലോ. ഞങ്ങൾ ഒരുമിച്ച്. പിന്നെ നീ വന്നാൽ വീട്ടിൽ കേറാൻ പറ്റില്ല, അതിൽ ഇച്ചിരി ഇടുങ്ങിയത്. ഇല്ല ഞാൻ മുറ്റത്തിരുന്നോളാം. മുറ്റത്ത് നിൽക്കാൻ 2 മാവുണ്ട് ചേർന്ന് നിൽക്കാൻ. ഇടക്കൂടെ നീ വരുവോ നിനക്ക്? കള്ളിനും കപ്പയ്ക്കും കുഴിത്തറ ഷാപ്പാണ് ബെസ്റ്റ്. ഈ കൊച്ചു നന്നായിട്ട് ചെയ്തേനെ. പ്രൊഡക്ഷനിൽ ആരാ ഇതിന് മോര് കൊടുത്ത്? അല്ലെ എപ്പോഴും നല്ല ക്ലിയർ ആയിരുന്നു പറഞ്ഞു. കള്ളിനും കപ്പയ്ക്കും കുഴിത്തറ ഷാപ്പാണ് ബെസ്റ്റ്. അയ്യോ എനിക്കിപ്പം കുടിക്കാൻ തോന്നുന്നത്. പൂവിൻ വേദന വേദനയില്ലണ്ട മയക്കും ചേട്ടൻ കൊടുത്തിട്ടേക്കാണ് ഇത്. അറിയാമോ ഇത്തവണ ആരുടെ വീട്ടിലേക്കാണ് പോയത്? എന്തായിരുന്നു മെനു വീട്ടില്? ചേച്ചി കേക്ക് ഒക്കെ ഉണ്ടാക്കി. മാൻവീരോട് ചോദിച്ചു അമ്മ എന്തുണ്ടാക്കി. അപ്പം പറഞ്ഞ കേക്ക് ഉണ്ടാക്കി. ഞാൻ ചോദിച്ചു എങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കിയ? വെർമസലി മേടിച്ചിട്ട് പാലൊഴിച്ച് ഇളക്കി ഞങ്ങൾ ഗ്ലാസ്സിൽ കുടിച്ചു. ഞാൻ പറഞ്ഞ അതിന്റെ പേരാണ് പായസം. പണ്ടത്തെ അമ്മച്ചിമാര് പ്രഷറിനുള്ളൊരു സാധനം കയ്യിൽ കെട്ടാൻ കൊടുക്കും, കണ്ടിട്ടുണ്ട്. അത് നീ എടുത്ത് ചെവിട്ടിക്കും. അല്ല ഇവള് പറഞ്ഞേട്ടാ വെഞ്ഞാറമൂട്ടിയുള്ളവരെ അതൊക്കെ കെട്ടുകൊള്ളുന്നു. ശരി, എന്റെ പൊന്നെ മയിലാടും പാറ ഇതിന് മിണ്ടായിരിക്കും. നീ എന്താ ഉദ്ദേശിച്ചാണ് അങ്ങനെ വിളിച്ചത്? മയിലാടും പാറ സ്ഥലം എന്റെ സ്ഥലം. അവളെ സ്ഥലം. ഈ കല്യാണം കൂടാൻ വാ കുറുവാൽ കിളി. എന്താ സംഭവിച്ചു? എത്തിച്ചതിന് 3 അടി ഇവിടെ. മൊത്തം തെറ്റിച്ചു. എന്താ പറഞ്ഞാലും നിന്റെ 1 വയസ്സിന് മൂത്തല്ലേ ഞാൻ. ചേട്ടൻ എന്ത് ചെയ്താലും മാൻഡ്രസത്തിനൊക്കെ ഭയങ്കര തക്കുട ഒരു ക്യൂട്ട് ആണ്. ഇച്ചിരി കരി കിട്ടുമോ? എന്തിനാ ഒരു കുത്തിട. നോബിച്ചേട്ടൻ അവസാനമായിട്ട് എഴുതിയ എക്സാം ഏതാണെന്ന് അറിയോ? ലൈസൻസ് ഉണ്ട്. എത്ര കൊല്ലായി ബികോം പാസ് ആയിട്ട്? 91, 92, 93. അയ്യോ ഞാൻ 2-ല്. എനിക്ക് ഭാഗ്യത്തിന് ABCD അറിയാം. അത് വേണമെങ്കിൽ ഞാൻ പറയാൻ വേണമെങ്കിൽ ABCD വലിയ അക്ഷരവും ചെറിയ അക്ഷരവും ഞാൻ പറയും. ചെറുത് വെള്ളത്തിൽ വിടല്ലേ മോളെ. ഞാൻ പറഞ്ഞു ഇവിടെ കിട്ടിയിട്ടുള്ള പേരുകളൊക്കെ നമ്മൾ റിവീൽ ചെയ്തു. ഇനി ബാക്കിയുള്ളവർ സ്വയം വന്ന് പറയണം എന്നാണ്. ഇനി ഭാര്യ എന്താണ് സുചേട്ടനെ വിളിക്കാറല്ലേ? അത് പറഞ്ഞാൽ ഇത് കേട്ടോണ്ട് രാവിലെ സൂര്യ ഉദിക്കുമ്പോ നാട്ടുകാരെ വിളിക്കും തോന്നില്ല കള്ളം പോണം. വൈറ്റ് ഇട്ട് നിൽക്കുന്ന ലക്ഷ്മി ചേച്ചി ഏത് പോകുന്നുണ്ട് ശവന്താറ്. ഈ കോസ്റ്റ്യൂമിന് മാച്ചാ. ഇത്രയേ ഉള്ളൂ. അടുത്ത എപ്പിസോഡില് ഓപ്പോസിറ്റ് ടീമാ ജയിക്കണമെന്നുണ്ടെങ്കിൽ അവർക്കായിരിക്കും ഷർട്ട്. മൂക്കും കുത്തി താഴെ വീഴരുത്. അടുത്ത് ഷർട്ട് എങ്ങനെയുണ്ട്? നല്ല ഓറഞ്ച് പോലത്തെ ഷർട്ട്. നോക്കട്ടെ. ഇത് ഗ്രീൻ ആണല്ലോ. പച്ച ഓറഞ്ച്. ക്യാപ്റ്റൻ അനു ആണ്. ക്യാപ്റ്റൻ അനു അടുത്ത ആഴ്ച ഞാൻ ഒരു TV-യിൽ ഉള്ളൊരു ഇന്റർവ്യൂ ഉണ്ടെങ്കിൽ ഇവള് പറയും ഞാൻ അനുപ്പ് എന്ത് ഞാൻ ഡിഗ്രി കഴിഞ്ഞ് ഇപ്പൊ ടമാർപ്പടാറിന്റെ ക്യാപ്റ്റൻ. ചേട്ടാ എന്തെറ്റി ഇവിടെ കമന്ററി പറഞ്ഞാര്? കമന്ററി പറഞ്ഞ പിള്ളേര് മൃദുല കുട്ടി മൃദുലേര വിളിയേട്ടാ. ചവിട്ടി 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 ചവിട്ടെ 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 കാലെടുത്ത് പൊക്കി ചവിട്ടെ. ലോട്ടറി ശബ്ദം.
ഭയങ്കര ഫീലായിരുന്നു കേട്ടാ, ഭയങ്കര ഫീലായിരുന്നു. ഇവരെല്ലാരും ഉറങ്ങി കിടന്നാണ് ഞാൻ പിന്നെ വിളിച്ചു. ജഡ്ജസ് പ്ലീസ്. ഇനി വേദി നമ്പർ 6 10 തോറ്റ കുട്ടികളുടെ കഥാപ്രസംഗ മത്സരമാണ്.